സാറ്, എനിക്കുണ്ടായൊരു വ്യക്തിപരമായ അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 2019 പുതുവത്സര രാത്രി, അതായത് 2018 ഡിസംബർ 31 പത്തനംതിട്ട നഗരം, അവിടെ കാപ്പിൽ ആർക്കേഡ് എന്ന് പറയുന്ന ഒരു ബഹുനില കെട്ടിടമുണ്ട്. അവിടെയാണ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസ്, മീഡിയ വണ്ണിൻ്റെ പത്തനംതിട്ട ബ്യൂറോ പ്രവർത്തിച്ചിരുന്ന അവിടെയാണ്. അപ്പോൾ അന്ന് രാത്രി ഞാൻ അവിടെ ഓഫീസിൽ സ്റ്റേ ചെയ്യുന്നു. എൻ്റെ ഓഫീസിൻ്റെ കാർ പോർച്ച് ഏരിയയിൽ ഒരു കുടുംബം ഒരു കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ ഓഫീസിൻ്റെ അകത്തുണ്ടായിരുന്നു. രാത്രി ഒരു 12 മണിയോടടുത്ത് ഈ കുടുംബം വന്ന് എൻ്റെ വാതിൽ മുട്ടി വിളിക്കുന്നു. ഞങ്ങളുടെ കാർ ആരോ നശിപ്പിച്ചു. നോക്കുമ്പോൾ അതിൻ്റെ ഈ വൈപ്പർ ബ്ലേഡൊക്കെ വളച്ചൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സംശയം ഞാനാണിത് ചെയ്തതെന്നാണ്. അപ്പോൾ ഞാൻ അറിയില്ല, മുകളിൽ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ ആൾക്കാർ വന്നു പോകുന്നുണ്ട്, അവിടെ ആയിരിക്കാം എന്ന് കരുതി ഞങ്ങൾ കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഇത് സംഭവം വഷളാകുന്ന കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ CI സുനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞങ്ങൾ വ്യക്തിപരമായ പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് CI സുനിലിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ആ സമയത്തുണ്ടായിരുന്ന SIയും അവരുടെ ഈ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി. ആ സ്ഥലത്തുണ്ടായിരുന്ന സകലരും സ്റ്റേഷനിലേക്ക് കുറച്ച് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, കഷ്ടിച്ചൊരു 100 മീറ്ററേ ഉള്ളൂ, ആ സ്റ്റേഷൻ പരിധിയിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് വലിയ തർക്കം ഉണ്ടാകുന്നു. കാരണം ഞാനാണ് ഈ വന്ന കുടുംബത്തിൽ അയാളുടെ പേര് പ്രവീൺ എന്നോ മറ്റേ എൻ്റെ ഓർമ്മയിൽ പറയുക. ഇയാളുടെ ആരോപണം മുഴുവൻ എൻ്റെ നേരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹരിക്കാം. ഇപ്പം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ പ്രവീൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയണം, അയാളുടെ പേരെനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. അയാളുടെ അളിയനോ അമ്മായിയപ്പനോ ആരോ 2-3 പേര് കൂടെ വന്നിട്ട് എന്നെ അങ്ങ് കയ്യേറ്റം ചെയ്തു. എന്നെ തല്ലി, എനിക്ക് പരിക്കൊക്കെ പറ്റി. ഞാൻ ഈ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ KUWJയുടെ സംസ്ഥാന നേതാവ്, പത്തനംതിട്ട പ്രസ് ക്ലബിൻ്റെ ഭാരവാഹി കൂടിയായിരുന്ന ബോബി എബ്രഹാം, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയും, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ന്യൂ ഇയർ പാർട്ടി നടന്നതിൻ്റെ ക്ഷീണത്തിലാണ് പോലീസുകാരൊക്കെ. അത്യാവശ്യം മദ്യപാനം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവർ കേട്ടപാടെ ഞാനാണ് പ്രതി, എന്നിട്ട് എന്നെ വിളിക്കാത്ത തെറിവിളിയില്ല. അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അച്ഛനെ ചേർത്ത് തെറി വിളിക്കുക, അമ്മയെ ചേർത്ത് തെറി വിളിക്കുക. എന്താണ് അവർക്കുണ്ടായ ചേതവ് വികാരമെന്ന് എനിക്കറിയില്ല സർ. ഒരു മണിക്കൂറോളം ഞാൻ അവിടെ അനുഭവിച്ച നരകയാതന എനിക്കറിയില്ല. കാരണം ഞാനാണ് ഈ പ്രതി എന്നുള്ള ചിത്രീകരിക്കാനാണ് നോക്കിയത്. എന്നിട്ട് ഒരു സ്റ്റേഷൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിലോട്ട് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുമായിരുന്നു. കാരണം അവിടെ CCTV ഇല്ല ആ ഭാഗത്ത്. അവിടെ വെച്ച് എന്നെ ഇടിച്ചു കൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. കാര്യം ഒരു 4-5 പേരുണ്ട്, അവരുടെ പേരൊന്നും എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ സമയത്തുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനിടയിലാണ് ഈ ബോബി എബ്രഹാം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ട് ഞാനപ്പോൾ കരഞ്ഞ് നിലവിളിക്കുകയാണ് അവിടെ കിടന്നത്. കാര്യം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇദ്ദേഹം വളരെ ക്ഷോഭിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെയും ഉച്ചൂടൻ തെറി വിളിച്ചു. അപ്പോൾ ഈ SI ആ സ്ഥലത്തില്ല. SI ഞങ്ങളുടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി SI പിന്നീടാണ് വരുന്നത്. അങ്ങേരും കയറി വന്നിട്ട് എന്താണെന്നറിയാതെ അദ്ദേഹവും തെറിവിളിയും കഴുത്തിന് കുത്തിപ്പിടിക്കലും ഒക്കെ. പിന്നെ എന്നെ മദ്യപാനിയാക്കി ചിത്രീകരിക്കാൻ നോക്കിയ ബ്രീത്ത് അനലൈസറൊക്കെ വെച്ച്, കാര്യം ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, ഞാൻ ജനിച്ചിട്ട് ഇതുവരെ മദ്യപിച്ചിട്ടില്ല സർ. അപ്പോൾ ബ്രീത്ത് അനലൈസർ വെച്ചൊക്കെ പരിശോധിച്ച് രക്ഷയില്ല. അപ്പോൾ ഈ ബോബി എബ്രഹാമൊക്കെ അവിടെ വന്ന് ഇത് സംഭവം കൈവിട്ട് പോകുന്നതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ ആൾക്കാർ, ഈ പോലീസുകാർ തന്നെ ഈ വന്ന കുടുംബത്തിലൊരു സ്ത്രീയുണ്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ അവരെ കയറി പിടിച്ചു പോലും. അപ്പോൾ സംഭവം കൈവിട്ടു പോയി. ഒരു 1.5 മണിക്കൂറോളം പ്രശ്നമുണ്ടായി. എന്നിട്ട് ഈ ബോബി എബ്രഹാം അവിടുത്തെ നഗരസഭയിൽ ഒരു കൗൺസിലറേയും കൂട്ടിക്കൊണ്ടുവന്നാണ് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചത്. എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയത്. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ കളക്ടറെ കണ്ട് പരാതി പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, വളരെ മോശം അനുഭവം ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ കളക്ടർക്ക് കാര്യം PB നൂഹാണ് അവിടുത്തെ ജില്ലാ കളക്ടർ ആ സമയത്ത്. പിന്നീട് പത്തനംതിട്ട SPയെ കണ്ട് പരാതി പറഞ്ഞു. KUWJ പരാതി കൊടുത്തു. പോലീസ് കംപ്ലയിൻറ്റ് സെൽ അതോറിറ്റിക്ക് മുമ്പാകെ ഈ കേസ് വന്നു. 2 വട്ടം എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. എനിക്ക് ആ കേസിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലേക്ക് നിരന്തരം വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് പോലീസ് കംപ്ലയിൻറ്റ് സെൽ അതോറിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ഈ പോലീസുകാർക്ക് കൃത്യമായി അറിയാം ഈ കേസ് എങ്ങനെ ഇട്ട് വലിപ്പിക്കണമെന്ന്. അവർ ഓരോ സാങ്കേതികത്വം പറഞ്ഞ് എൻ്റെ മൊഴി പോലും ആ കേസിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഞാൻ അവസാനം ആ കേസ് വിട്ടു. ഇപ്പോൾ ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കെതിരെ ഒരു കൗണ്ടർ കേസും വന്നു, സ്ത്രീപീഡന കേസ്. ഞാൻ ആ സ്ത്രീയെ കയറി പിടിച്ചു പോലും. അത് KUWJയുടെ ശക്തമായ എതിർപ്പും അതേ കളക്ടർ ഇടപെട്ട വിഷയമായതുകൊണ്ട് ആ കേസ് പിൻവലിക്കപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉള്ളതുകൊണ്ട് പോലീസ് എന്താണ്, കാക്കി ഇട്ട് കഴിഞ്ഞാൽ പോലീസ് എന്താണ്, ഈ ജനമൈത്രി പോലീസ് എന്നുള്ളത്
പേരിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. യാഥാർത്ഥ്യം എന്താണ്? ഞാനും കുറേ ജനമൈത്രി പോലീസിൻ്റെയൊക്കെ വാർത്തകൾ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ വളരെ മോശം ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള എനിക്ക് കുന്നംകുളത്തെ സുജിത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. എന്തുകൊണ്ടാണ് സാർ പോലീസ് ഇങ്ങനെ ആയിത്തീരുന്നത്? ഞാൻ അടുത്ത സമയത്ത് പത്രത്തിലൊരു വാർത്ത കണ്ട് വല്ലാതെ ഞെട്ടിപ്പോയി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. DYSP റാങ്കിലുള്ള പോലീസ് ഓഫീസേഴ്സാണ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ. അത് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ 3 കസ്റ്റഡി മർദ്ദന കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ട, അതായത് 2010-ലും 2013-ലും 2024-ലും വ്യത്യസ്തമായ 3 പേരെ വളരെ ബ്രൂട്ടലായി കസ്റ്റഡിയിൽ വെച്ച് ദേഹോപദ്രവിപ്പിച്ച 3 കേസിലെ പ്രതിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ SI ആയിരുന്ന കാലയളവിൽ, അയാൾ CI ആയിരുന്ന കാലയളവിൽ, അയാളാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറർ ആലപ്പുഴ DYSP MR മധുബാബു. തീരുന്നില്ല. ഈ വ്യക്തി 2012-ൽ പത്തനംതിട്ട ജില്ലയെ SFI ജില്ലാ പ്രസിഡൻ്റായിരുന്ന K ജയകൃഷ്ണൻ്റെ കർണപടവും അടിച്ചു. ഞാൻ ഇന്നിപ്പോൾ ഈ ചർച്ചയിലോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ മാധ്യമങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്ന് റൂമിൽ വെച്ച് കണ്ട വാർത്ത അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു, മാതൃഭൂമിയും മനോരമയും എല്ലാം. 2012-ൽ SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് K ജയകൃഷ്ണനെ കർണപടവും അടിച്ചു പൊട്ടിച്ച്, കാലിൽ ചൂരൽ കൊണ്ട് അടിച്ച് പെപ്പർ സ്പ്രേ ചെയ്ത ആ ഉദ്യോഗസ്ഥൻ, അയാൾക്കെതിരെ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ അന്വേഷണം നടത്തി 2015-16 കാലഘട്ടത്തിൽ അന്ന് SP ആയിരുന്ന G ഹരിശങ്കർ അന്നത്തെ CI ആയിരുന്ന കോതീസ് SFI ജില്ലാ പ്രസിഡന്റിനെ അടിച്ച ആ ഉദ്യോഗസ്ഥൻ പോലീസ് സേനയുടെ ആത്മാഭിമാനത്തിന് കളങ്കമാണെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ശുപാർശ കൊടുത്തിട്ട് ഇതുവരെ നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഒരാളിനെ UDFൻ്റെ ഭരണകാലത്ത് UDFൻ്റെ ഗുണ്ടയായി അറിയപ്പെടുന്ന ഒരു CI മർദ്ദിച്ച് അയാൾ ഇന്ന് DYSP ആയി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയായി 3 കോടതികൾ വ്യത്യസ്തമായ കാലയളവിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മേൽത്തട്ടിലിരിക്കുമ്പോൾ ഈ പോലീസ് കോൺസ്റ്റബിൾസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തീരുന്നില്ല. 2015-16 കാലഘട്ടത്തിൽ തൊടുപുഴ CI ആയിരുന്ന ND ശ്രീമോൻ കേരളം മുഴുവൻ ഓടി നടന്ന് കേരളത്തിൽ എവിടെ ഇരുന്നിട്ടുണ്ടോ അവിടെ മുഴുവൻ മനുഷ്യനെ മൃഗീയമായി ഉപദ്രവിച്ചു. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കി. PSCയുടെ അംഗീകാരം മേടിച്ചു. അതിനകത്തിൽ എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ആഭ്യന്തര വകുപ്പിൻ്റെ അംഗീകാരം മേടിച്ചു. ഈ ND ശ്രീമോനെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിട്ടു. 1.5 വർഷത്തിന് ശേഷം ഇയാളെ സാമൂഹ്യമായി പിന്നോക്കം നീക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1.5 വർഷത്തിന് ശേഷം ഒരു അപേക്ഷ മേടിക്കുകയും ഈ ND ശ്രീമോനെ വീണ്ടും കേരള പോലീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും കുന്നംകുളം അല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കും. CCTVയുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞല്ലോ, CCTVയുടെ മുമ്പിൽ വെച്ച് കുന്നംകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുത്തനെ വളരെ വളരെ മൃഗീയമായി, നമ്മൾ പലപ്പോഴും ഈ തെരുവുനായ ശല്യത്തെ പറ്റി പറയും. ഞാൻ ചോദിക്കട്ടെ സാർ, തെരുവുനായകൾ പോലും ഇത്രയും ആക്രമിക്കുമോ? ഒരു CCTVയുടെ മുമ്പിൽ വെച്ച് ഇത്രയും മൃഗീയമായി ആക്രമിക്കാമെങ്കിൽ ഇരുട്ടിൻ്റെ പറമ്പിൽ ഇവരെന്തായിരിക്കും കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഉണ്ടായ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി തന്നെ വളരെ 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 നിരാശ ഉണ്ടാക്കുന്നതാണ്. ഫോർട്ട് ഉദയകുമാർ ഓണക്കോടി വാങ്ങാൻ വേണ്ടി മകൻ അമ്മയ്ക്ക് ഓണക്കോടി വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന ആ DYSP IPS കിട്ടിയാണ് പുറത്തു പോയത്. അന്നത്തെ SI അയാൾ AC ആയിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടാണ് പുറത്തു പോയത്. ആ പോലീസ് കോൺസ്റ്റബിൾമാർക്ക് വധശിക്ഷ കൊടുത്ത ജില്ലാ കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ പോയപ്പോൾ ആ ഗവൺമെൻറ് പീഡനം നന്നായി കേസ് നടത്താൻ പറ്റാത്തതുകൊണ്ട് ആ കേസിലെ പ്രതികൾ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? തീർന്നോ? നമുക്കറിയാമല്ലോ, ഈ ഇടുക്കിയിലെ പീരുമേട് രാജ്കുമാറിനെ കൊന്നതിനകത്തിലെ അന്നത്തെ ആ SP അതിൻ്റെ ആ കോൺസ്പിറസിയിലടക്കം പങ്കാളിയായ SP DIG ആയിട്ടല്ലേ റിട്ടയർ ചെയ്തത്. വാരാപ്പുഴ ശ്രീജിത്തിനെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിച്ചതെന്ന് പോലും പോലീസിന് ഇതുവരെ ഒരു വ്യക്തമായ വേർഷനല്ല. ആ വാരാപ്പുഴ ശ്രീജിത്തിനെ മർദ്ദിച്ച്
വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഉദ്യോഗസ്ഥന്മാരെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തിനു പറയുന്നു? ഈ പറയുന്ന തൊടുപുഴയിലെ പോലീസ് ഒരു പേഴ്സി ജോസഫ് എന്ന് പറയുന്ന കാനറ ബാങ്ക് മാനേജരെ ഒരു കള്ളക്കേസിൽ പ്രതിയാക്കി. ഇതുപോലെ തന്നെ ഉള്ള സമാനമായ സംഭവമാണ്. ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ പോയി അവിടെ ലോൺ ചോദിക്കുന്നു, പേഴ്സി ജോസഫ് ലോൺ നിഷേധിക്കുന്നു. പക്ഷേ ഇവർ വന്ന് അന്നത്തെ ASPയോട് IPS കാരിയോട് പറയുന്നു, ഞങ്ങളോട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതി പെരുമാറിയെന്ന് പറയുന്നു. അവർ പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്യുന്നു. അന്ന് CCTV ആണ് ആ പേഴ്സി ജോസഫിനെ രക്ഷിച്ചത്. അതുകൊണ്ട് പേഴ്സി ജോസഫിൻ്റെ പേരിലെടുത്തത് കള്ളക്കേസാണെന്നും പേഴ്സി ജോസഫിനെ തിരിച്ചു കേസ് കൊടുത്തപ്പോൾ ആ കേസിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാത്രമാണ് ആ IPS ഉദ്യോഗസ്ഥ ശിക്ഷിക്കപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോൾ അത് 25-35 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് സെറ്റിലാക്കി. ഇത്തരത്തിൽ കേരളത്തിൽ കാസർഗോഡ് നെയ്യാറ്റിൻകരയിലെ സനൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസുകളില്ലേ, ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും പോലീസ് സേനയിലെ കളങ്കിതർ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഓഫീസർമാരുടെ പട്ടിക പോലീസ് സേന തയ്യാറാക്കിയിട്ടുണ്ടോ? കേരളത്തിൽ കസ്റ്റഡി മർദ്ദനത്തിൽ ഒരു കൺവിക്ഷൻ ആണെങ്കിൽ പോട്ടെ, 2 കൺവിക്ഷൻ ആണെങ്കിൽ പോട്ടെ, ഒരു കൺവിക്ഷനെങ്കിലും മിനിമം ഉള്ള കസ്റ്റഡി മർദ്ദനത്തിന് നമുക്കറിയാം. ഒരു പോലീസ് ഓഫീസറെ ഒരു കോടതി ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം തെളിവുകൾ, അത്രമാത്രം കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ ഒരു കോടതിയും ഒരു പോലീസ് ഓഫീസറെ ശിക്ഷിക്കത്തില്ല. സാധാരണക്കാരനെ ശിക്ഷിക്കുന്നവണക്കല്ല. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ പോലും പിന്നീട് ആ കേസിൽ പോലും പ്രതികളാക്കപ്പെട്ട അപ്പീൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്നീട് തന്ത്രപ്രധാനമായ ലോ ആൻഡ് ഓർഡർ ജോലി ചെയ്യുന്നത് ആരൊക്കെയാണ്? പ്രധാനമായിട്ടും ലോ ആൻഡ് ഓർഡർ ജോലി ചെയ്യുന്ന നല്ലൊരു വിഭാഗം പോലീസ് സേനയിലെ മൊത്തം ആളുകൾ കുഴപ്പക്കാരാണെന്നല്ല പറയുന്നത്. പക്ഷേ ലോ ആൻഡ് ഓർഡർ ജോലി ചെയ്യുന്ന ഒരു നല്ല പങ്ക് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പലപ്പോഴും MR അജിത് കുമാറിൻ്റെ ട്രാക്ടർ യാത്ര അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചെറിയ വാർത്തകളുടെ പുറകെ പോകും. ഇത്തരത്തിലുള്ള ഇപ്പോൾ 2-3 ദിവസം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഇതിനെ കൊട്ടിഘോഷിച്ച് കൊണ്ടാടുമ്പോഴും അവരുടെ ടാർഗറ്റ് മൊത്തം വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ പലപ്പോഴും ഈ കസ്റ്റഡി മർദ്ദനം പോലെയുള്ള അല്ലെങ്കിൽ കസ്റ്റഡി കൊലപാതകം പോലെയുള്ള കേസുകളിൽ നിന്നും അവർ പലപ്പോഴും വിസ്മരിക്കുകയും അവർ പലപ്പോഴും ചില ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പോവുകയും ചെയ്യുന്നുണ്ട്. അതും പോലീസ് സേനയുടെ ഒരു തീരാശാപമാണ്. ഏത് സർക്കാർ ഇപ്പം SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളിനെ കർണപടവും അടിച്ചു പൊട്ടിച്ച കേസിനകത്തിൽ UDF കാലത്തുണ്ടായി. അത് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ വന്നിട്ടാണ് അവിടെ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തത്. അന്ന് CPM-ൻ്റെ കംപ്ലീറ്റ് നേതാക്കന്മാർ പത്തനംതിട്ട കേന്ദ്രീകരിച്ചതിന് ശേഷം UDF സർക്കാർ വന്നു, LDF സർക്കാർ വന്നു. ഹരിശങ്കർ റിപ്പോർട്ട് തയ്യാറാക്കി ആ കേസിൽ ഈ മധുബാബു എന്ന് പറയുന്ന അന്നത്തെ CIക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇയാൾ പാർട്ടിക്കാരനാണ്. അപ്പോൾ ഒരു പാർട്ടിക്കാരൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ തലപ്പത്തിരിക്കുന്നു. ഇപ്പോൾ MR അജിത് കുമാർ ഉദാഹരണം പറയുകയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാം പുണ്യാളന്മാരാണെന്നല്ല. MR അജിത് കുമാറിനെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ വളരെ വാലിഡ് ആയിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തെ പോലുള്ളവരെ സംരക്ഷിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പല രഹസ്യ ഇടപാടുകളും ഉന്നത ഉദ്യോഗസ്ഥർ അറിയുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അത്തരം ഉദ്യോഗസ്ഥരെ ഒരു പരിധിക്കപ്പുറം നിലയ്ക്ക് നിർത്താൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. വാസ്തവത്തിൽ ഇതല്ലേ തലപ്പത്തുള്ളവർ ഈ രീതിയിൽ പെരുമാറുന്നത് കൊണ്ടല്ലേ ഈ താഴേക്കിടയിലുള്ള സാധാ കോൺസ്റ്റബിൾ ഡ്രൈവർമാർക്ക് എന്താ കാര്യമെന്ന് അറിയില്ല. ഈ ഡ്രൈവർമാർ പോലും സാധാരണക്കാരെ കയ്യേറ്റം ചെയ്യാനുള്ള ആ ഒരു മാനസിക നിലയിലേക്ക് എത്താൻ കാരണം ഈ ഉന്നത ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഇത്തരം മാതൃകകളല്ലേ വാസ്തവത്തിൽ കാരണം? ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന മാതൃകകളാണെന്ന് നമ്മൾ ഒരു വശത്തു കൂടി പറയുമ്പോഴും പോലീസ് സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരിക്കലും ഇതുപോലുള്ള കസ്റ്റഡി മർദ്ദനങ്ങളെ കൈയച്ച് സഹായിക്കുന്നവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പലപ്പോഴും ഈ ഫോഴ്സിൽ ഫോഴ്സിൻ്റെ ഒരു ആ സംഘടന ഞാൻ പറഞ്ഞില്ലേ, കേരള പോലീസ് കോൺസ്റ്റബിൾ കാണിക്കുന്ന എല്ലാ കിരാത കാര്യങ്ങൾക്കും കേരള പോലീസ് അസോസിയേഷൻ്റെ പിന്തുണയുണ്ട്. ഓഫീസേഴ്സ് അസോസിയേഷനിൽപ്പെട്ടവർ കാണിക്കുന്നതിനെല്ലാം സബ് ഇൻസ്പെക്ടർ തൊട്ട് മേപ്പോട്ട് DYSP വരെയുള്ളത് കാണിക്കുന്നതിനെല്ലാം ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും IPS ഉദ്യോഗസ്ഥന്മാരും ഇവരുടെ താല്പര്യങ്ങൾ, കാരണം ഇവർ വലിയ ഫോഴ്സാണ്. കാരണം ഒരു ജില്ലയിലെ IPS ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പം ആ ജില്ലാ പോലീസ് ചീഫോ അല്ലെങ്കിൽ കമ്മീഷണറോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഒരു IPS ഉദ്യോഗസ്ഥന് ഒരു ജില്ലാ പോലീസ് ചീഫിനോ ഒരു റേഞ്ച് AGക്കോ ഈ പോലീസ് സേനയിലെ പോലീസ് കോൺസ്റ്റബിളിനെയോ അല്ലെങ്കിൽ അവരുടെ ആ സംഘടനാ ബലത്തെയോ ഒരിക്കലും ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് പിഴയേൽക്കാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങനെ പോയാൽ അവരെ ഈ സംഘം തന്നെ അവരെ കാലുവരും, അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കും.
അപ്പോൾ ഒരു വലിയ ക്രിമിനൽ സംഘം ഇതിന് പിന്നിലുണ്ട്. ഇതിനകത്തിൽ ഈ കുന്നംകുളം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ CCTV വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടോ ഒരിക്കലും ഈ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. പോലീസ് സേനയിലെ ക്രിമിനലുകളെ കണ്ടെത്താൻ, അല്ലെ പോലീസ് സേനയിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ, കസ്റ്റഡിയിൽ ആളുകളെ മൃഗീയമായി ഉപദ്രവിക്കുന്നവർ, ഏറ്റവും വലിയ അപരിഷ്കൃതമായ ഒരു സംസ്കാരമാണ് കസ്റ്റഡിയിൽ ആളുകളെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുക. അയാൾ കേസിൽ പ്രതിയായിക്കോട്ടെ. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രശ്നം, ഒരാളെ കസ്റ്റഡി വെച്ച് മർദ്ദിച്ചാൽ പിന്നെ എങ്ങനെയും അയാളെ പ്രതിയാക്കണമെന്നാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. കാരണം കസ്റ്റഡി വെച്ച് മർദ്ദിക്കപ്പെട്ട ഒരാൾ പുറത്തിറങ്ങി കേസ് കൊടുത്ത് അയാൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടികൾക്കോ പോയി കഴിഞ്ഞാൽ അതിനെ ബലപ്പെടുത്താൻ വേണ്ടി, പോലീസിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പലപ്പോഴും എന്ത് ചെയ്യും, എന്തെങ്കിലും തരത്തിലുള്ള ഒരു കള്ളക്കേസ് അവരുടെ പേര് ഫിറ്റ് ചെയ്യും. ഫിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇത് അക്വിറ്റൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും. ഇതാണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യം. പിന്നെ കേരളത്തിൽ ഈ പറയുന്ന കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഇപ്പോഴത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസിൻ്റെ ഒരു കാലഘട്ടത്തിൽ പോലീസിൻ്റെ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾക്ക് വിധേയനായിട്ടുള്ളയാളാണ്. അപ്പം മർദ്ദനങ്ങൾക്ക് വിധേയനായിട്ടുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിൽ മർദ്ദനങ്ങൾക്ക് വിധേയനായിട്ടുള്ള കേരള നിയമസഭയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ആരുടെയും കരളലിയിക്കുന്ന പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ മർദ്ദനത്തിന് ശേഷം അദ്ദേഹം കേരള നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം. അത്തരത്തിലുള്ളൊരു മുഖ്യമന്ത്രി ഒരു UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലോ മറ്റൊരു സർക്കാരിൻ്റെ കാലഘട്ടത്തിലോ ഉണ്ടായാൽ നമ്മളിതിനെ ഒരിക്കലും പഴിക്കാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന, സാധാരണക്കാരൻ ഇന്നും ഇടതുപക്ഷത്തെ ജനപക്ഷമാണെന്ന് പറയുന്നു. ആ ജനപക്ഷമാണെന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. കാരണം ഇത് ജനം ഇതിൻ്റെ ഇത് താങ്ങാവുന്നതിനപ്പുറത്തിലാണ് ജനം നിൽക്കുന്നത്.